നമസ്തേ. ഞാൻ CP രവീന്ദ്രൻ എടുക്കുന്നു. ശ്രീകൃഷ്ണ ഭഗവാന്റെ ബാലലീലകൾ രണ്ടാമത്തെ ഭാഗം ഇന്ന് ആരംഭിക്കുകയാണ്. ഒന്നാമത്തെ ഭാഗം കഴിഞ്ഞ ദിവസം നമ്മൾ കേൾക്കുകയുണ്ടായി. അതിനകത്ത് ദേവകി വസുദേവ വിവാഹവും ആ വിവാഹത്തോട് അനുബന്ധിച്ച് നടന്ന ഘോഷയാത്രയും ആ ഘോഷയാത്രയിൽ കേട്ട ഒരു അശരീരിയും വിശദീകരിക്കുകയുണ്ടായി. ആ അശരീരി കേട്ട ഉടനെ തന്നെ ഉണ്ടായ ഭാവവ്യത്യാസങ്ങൾ നമ്മൾ കണ്ടു. അതുവരെ വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ പെരുമാറിയിരുന്ന കംസൻ പെട്ടെന്ന് തന്നെ ക്രുദ്ധനാവുകയും തൻ്റെ അനുജത്തിയെ വധിക്കുന്നതിന് വേണ്ടി വാളുമായിട്ട് രഥത്തിൽ നിന്ന് ചാടുകയും ചെയ്തു. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ കഥാഭാഗത്ത് കണ്ടു. അപ്പോൾ അവിടെ സമാധാനിപ്പിച്ച് വസുദേവരെ പറഞ്ഞിരിക്കുന്നത്, എട്ടാമത് പിറക്കുന്ന കുട്ടിയാണല്ലോ കംസനെ വധിക്കും എന്ന് പറഞ്ഞത്. ആ കുഞ്ഞിനെ എന്നല്ല, ദേവകിയിലുണ്ടാകുന്ന എല്ലാ കുട്ടികളെയും കംസന് കൊടുത്തോളാം. ആ ഒരു വിശ്വാസത്തിലാണ് കംസൻ സമാധാനമായത്. പിന്നീട് രഥം മുന്നോട്ട് പോവുകയും കംസൻ അതുവരെ ഉണ്ടായിരുന്ന ആ സാഹോദര്യം ഒക്കെ നഷ്ടപ്പെടുകയൊക്കെ ചെയ്ത കഥകളൊക്കെ നമ്മൾ കേട്ടു. എന്തുകൊണ്ടാണ് ഈ ഭഗവാൻ വിഷ്ണു കംസന്റെ അന്തകനായിട്ട് എട്ടാമത് പുത്രനായിട്ട് ദേവകിയിൽ പിറക്കുവാനുണ്ടായ കാരണം? ഭൂമിയിൽ ആസുരികത വർദ്ധിക്കുമ്പോൾ എപ്പോഴാണെങ്കിലും ധർമ്മവും സത്യവും നിലനിർത്തുന്നതിന് വേണ്ടി ഉള്ള പ്രവർത്തനങ്ങൾ നടക്കാറുണ്ട്. അത് പുരാണ കഥകളിലാണെങ്കിലും കൊള്ളാം, നമ്മുടെ പ്രകൃതിയിലാണെങ്കിൽ ദൃശ്യമായിട്ട് നമുക്കിത് കാണാൻ സാധിക്കും. പ്രകൃതിയെ നമ്മൾ ചൂഷണം ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അനന്തരഫലമായിട്ട് പ്രകൃതിക്ഷോഭങ്ങൾ, മലയിടിച്ചിലുകൾ, വെള്ളപ്പൊക്കം, വരൾച്ച, സുനാമി, ഇങ്ങനെ എത്രയോ പ്രകൃതി ദുരന്തങ്ങൾ നിത്യജീവിതത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഇത് പ്രകൃതിയുടെ ഒരു പ്രതിഭാസമാണ്. പ്രകൃതിയുടെ ഒരു സന്തുലിതാവസ്ഥ എപ്പോഴും നിലനിൽക്കണം. ഇത് ആണ് പുരാണ കഥയിലും ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത്. എപ്പോഴൊക്കെയാണേലും ആസുരിക ഭാവങ്ങൾ വർദ്ധിക്കുമ്പോൾ അപ്പോഴൊക്കെയും ഭൂമിദേവി പിതാമഹനായ ബ്രഹ്മദേവൻ്റെ അടുത്തെത്തും. ബ്രഹ്മദേവനോട് തൻ്റെ സങ്കടങ്ങളൊക്കെ പറയും. നമ്മളങ്ങനെയാണല്ലോ, കുട്ടികൾക്കൊക്കെ ഒരു സങ്കടം വരുമ്പോൾ മാതാപിതാക്കളുടെ അരികെ ചെന്ന് സങ്കടം ബോധിപ്പിക്കും, അവരതിന് പരിഹാരം കാണും. അങ്ങനെയല്ലേ നമ്മൾ ചെയ്യാറുള്ളത്. ഇതുപോലെ തന്നെ ഭൂമിദേവി ബ്രഹ്മദേവൻ്റെ അരികെ ചെന്നിട്ട് ഭൂമിയിലെ ദുഷ്ടന്മാരെ കൊണ്ട് നിറഞ്ഞു, ഇതിന് പരിഹാരം ഉണ്ടാവണം എന്നാവശ്യപ്പെട്ടു. ബ്രഹ്മദേവൻ മറ്റ് ദേവന്മാരോടൊപ്പം തന്നെ വിഷ്ണുവിൻ്റെ അരികെ ചെന്ന് പ്രാർത്ഥിക്കും. അപ്പോൾ വിഷ്ണു അവർക്ക് വേണ്ട അനുഗ്രഹങ്ങൾ കൊടുക്കും, അവർക്ക് സമാധാനം നൽകും. വിഷ്ണു ഭൂമിയിൽ അവതരിച്ച് ദുഷ്ടനിഗ്രഹം നടത്തും. അങ്ങനെ നമ്മൾ ഭഗവാന്റെ 10 അവതാര കഥകളൊക്കെ കേട്ടിട്ടുണ്ട്. ശ്രീരാമകഥയിലും ഇതുപോലെ തന്നെയാണ്. രാവണവധത്തിന് വേണ്ടി ദശരഥൻ്റെ പുത്രനായിട്ട് ഭഗവാൻ ജനിക്കുകയുണ്ടായി. അതുപോലെ തന്നെ ഇവിടെ ദേവന്മാരെ ചെന്ന് ആവശ്യപ്പെട്ടപ്പോൾ മഹാവിഷ്ണു പറഞ്ഞു, കംസവധത്തിനായിട്ട് ഞാൻ തയ്യാറാണ്, ഞാൻ അവതരിക്കുന്നതാണ്. ദേവകി ദേവിയുടെ ഗർഭത്തിൽ പിറന്ന് കംസനിഗ്രഹം നടത്താം. അതുപോലെ തന്നെ എൻ്റെ അഗ്രജനായിട്ട് ആദിശേഷൻ പിറക്കണം. അഗ്രജൻ എന്ന് പറഞ്ഞാൽ ജ്യേഷ്ഠൻ. ഞാൻ പിറക്കുന്നതിന് മുമ്പ് തന്നെ ആദിശേഷൻ അഥവാ അനന്തൻ പിറക്കണം. അതുപോലെ തന്നെ മായാദേവി എന്നോടൊപ്പം പിറക്കണം. ദേവന്മാരൊക്കെയും യദുകുലത്തിൽ ജാതരാവണം. ആ ലീല വിലാസത്തിൽ ഇവരൊക്കെ പങ്കാളികളാകേണ്ടതുണ്ട്. അങ്ങനെ ഭഗവാന്റെ അനുഗ്രഹം കിട്ടി എല്ലാവരും വളരെ സന്തോഷത്തോടുകൂടി തിരിച്ചു പോയി. ഇവിടെ കഥ
നമുക്ക് ശ്രദ്ധിക്കാം. കഥയിലെ ആ ദമ്പതികൾക്ക് കാലം ചെന്നതോടുകൂടി ഒരു ഉണ്ണി പിറക്കാൻ കാലമായി. ദേവകി ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ എല്ലാ അമ്മമാർക്കും ഗർഭിണിയാവുമെന്ന് പറയുമ്പോൾ സന്തോഷമല്ലേ ഉണ്ടാകുക. പക്ഷെ ദേവകിക്ക് ആദി ആണുണ്ടായത്. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ കുഞ്ഞിനെ ലാളിക്കുക എന്നുള്ളത് ആ അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. പക്ഷെ ഇവിടെ എന്തായിരിക്കും സംഭവിക്കുക? ദേവകിക്ക് ഒരു ഉണ്ണി പിറന്നാൽ ആ ഉണ്ണിയെ കംസൻ്റെ കയ്യിൽ എത്തിക്കണം. കംസൻ അതിനെ നിഗ്രഹിക്കും. ഇതാണ് അവസ്ഥ. കുട്ടിയെ വളർത്താൻ അമ്മയ്ക്ക് കിട്ടത്തില്ല. ദേവിക്ക് വളരെ വിഷമമായി. ദേവിക്ക് എപ്പോഴും ഭർത്താവിൻ്റെക്ക് പറയും, എന്താ നമ്മൾ ചെയ്യുക? നമുക്കൊരു ഉണ്ണിയെ ഓമനിക്കാനുള്ള ഒരു ഭാഗ്യമില്ലേ? വസുദേവർ പറയും, നീ സമാധാനിക്കേ, ഏതായാലും കംസൻ നിന്റെ സഹോദരനല്ലേ. ഒരു മനുഷ്യന് രണ്ട് ഭാവങ്ങളുണ്ട്, അതായത് ആശ്രീയ ഭാവവും ദൈവിക ഭാവവും. നമുക്കറിയാം, ദ്വേഷം, അസൂയ, കോപം ഇങ്ങനെയൊക്കെ ഉള്ള സമയത്ത് മനസ്സിൻ്റെ ആശ്രിയ ഭാവം മുന്നിട്ട് നിൽക്കുക. അതേസമയം സന്തോഷം, സമാധാനം, ശാന്തി, സൗഹൃദം ഇതൊക്കെ വരുന്ന സമയത്ത് ദൈവിക ഭാവം. ഇങ്ങനെ പറയാം. അപ്പം ആ രണ്ട് അവസ്ഥയുണ്ട്. ഇതിലേതാണ് മുന്നിട്ട് വരുന്നത് അതിനനുസരിച്ച് ചിലപ്പോൾ കംസൻ്റെ ഭാവത്തിലും വ്യത്യാസം വന്നുകൂടെയില്ലല്ലോ. കാത്തിരിക്കാമെന്നുള്ള രീതിയിൽ ഭർത്താവിൻ്റെ ആ വാക്കുകളിൽ വിശ്വസിച്ച് ദേവകി കാത്തിരിക്കുകയാണ്. കാലം ചെന്നപ്പോൾ ദേവയ്ക്ക് ഉണ്ണി പറഞ്ഞു. എന്താ സംഭവിക്കുക? ഉണ്ണിയെ കൊണ്ട് കൊടുക്കാമെന്നുള്ള വാക്കുണ്ട്. കുട്ടിയുടെ അച്ഛൻ വസുദേവരെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വാക്ക് പാലിക്കും എന്നുള്ളതിന് കംസന് യാതൊരു സംശയമില്ല. അദ്ദേഹം തികഞ്ഞ സത്യസന്ധനാണ്, ധർമ്മിഷ്ഠനാണ്. കുഞ്ഞു പിറന്നു. ദേവകി തൻ്റെ പൊന്നോമന കുഞ്ഞിൻ്റെ മുഖത്തേക്ക് നോക്കി. എന്തൊരു തേജസ്! ആ കുഞ്ഞിൻ്റെ ചിരി, അതിൻ്റെ ഒരു വിളയാട്ടം. എങ്ങനെ ഞാനിതിനെ കൊല്ലാൻ കൊടുക്കും? ആ അമ്മ കുഞ്ഞിനെ മാറോടണച്ചു. വസുദേവരിത് കണ്ടു. വസുദേവർ പറഞ്ഞു, എനിക്ക് വാക്ക് പാലിക്കേണ്ടതുണ്ട്. ദേവകി കുഞ്ഞിനെ കൊടുക്കുമോ? ഏതെങ്കിലും ഒരു അമ്മയ്ക്ക് തൻ്റെ കുഞ്ഞിനെ വധിക്കാൻ കൊടുക്കാൻ മനസ്സ് വരുമോ? പക്ഷെ വസുദേവർക്ക് കുഞ്ഞിനോട് സ്നേഹമുണ്ട്, ദേവകിയോട് സ്നേഹമുണ്ട്. പക്ഷെ തൻ്റെ വാക്ക് പാലിക്കാതിരിക്കാൻ പറ്റത്തില്ല. അദ്ദേഹം തികച്ചും സാത്വികനാണ്. അദ്ദേഹം ദേവകിയുടെ മുഖത്ത് പോലും നോക്കിയില്ല. ആ കുട്ടിയെ വാരിയെടുത്ത് കൊണ്ടുപോയി കംസൻ്റെ കയ്യിൽ കൊണ്ട് കൊടുത്തു. എന്തായിരിക്കും സംഭവിക്കുക? കംസൻ ആ കുട്ടിയെ കയ്യിൽ മേടിച്ചു. അതിൻ്റെ മുഖത്തേക്ക് നോക്കി. എന്തൊരു തേജസ് ആ കുഞ്ഞിനുള്ളത്! അതിൻ്റെ ആ നിറം പുഞ്ചിരി, അതായിരിക്കാം ഒരുപക്ഷെ കംസനെ ആകർഷിച്ചത്. അതിൻ്റെ ആ പൂമീനി പോലുള്ള ആ ദേഹത്തിൻ്റെ സ്പർശനം ഒരുപക്ഷെ കംസനെ പുളകിതനാക്കിയിട്ടുണ്ടാവാം. കംസൻ പറഞ്ഞു, ഞാൻ എന്തിനീ കുഞ്ഞിനെ കൊല്ലണം? ഇവനല്ലല്ലോ എൻ്റെ അന്തകൻ. 8ാമത് പുത്രനല്ലേ എന്നെ വധിക്കുമെന്ന് പറഞ്ഞത്. നമുക്കൊരു കാര്യം ചെയ്യാം, ഈ കുഞ്ഞിനെ അമ്മയ്ക്ക് വളർത്താൻ കൊടുക്കാം. ഓ, എന്തൊരു സന്തോഷമാണ് അവിടെ വസുദേവർക്ക് ഉണ്ടാവുക. കംസൻ കുഞ്ഞിനെ കൊടുത്തു. വസുദേവര് കുഞ്ഞുമായിട്ട് ദേവിയുടെ അരികെ ചെന്നു. ദേവകി പറഞ്ഞു, എൻ്റെ സഹോദരന് മരണഭയം കൊണ്ടൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്തു പോയെങ്കിലും എന്നോട് ഇഷ്ടമുണ്ട്. ഏതായാലും നമ്മുടെ കുഞ്ഞിനെ തിരിച്ചു തന്നല്ലോ, എന്തൊരു ഭാഗ്യം എൻ്റെ ദൈവമേ, ഇങ്ങനെയൊക്കെ മനസ്സിൽ വിചാരിച്ചു. ഗർഗാചാര്യർ യദുകുലത്തിൻ്റെ ഗുരുവാണ്, കുലഗുരുവാണ്. അദ്ദേഹത്തെ വരുത്തി കുട്ടിക്ക് നാമകരണം ചെയ്തു. വളരെ സന്തോഷത്തോടുകൂടി ആ കുഞ്ഞിനെ അവർ വളർത്തി. അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് ഒരിക്കൽ നാരദ മഹർഷി കംസൻ്റെ കൊട്ടാരത്തിലെത്തി. നമുക്കറിയാമല്ലോ, നാരദൻ എന്തിനാണ് ഓരോ സ്ഥലങ്ങളിൽ വരുന്നത്? എവിടെയാണോ യാതൊരു പ്രശ്നമില്ലാത്തത് അവിടെ നാരദരൊന്ന് വന്നു പോയി കഴിഞ്ഞാൽ അവിടെ സർവത്ര കുഴപ്പമാണ്. നമ്മൾ എത്രയോ കഥകൾ കേട്ടിട്ടുണ്ടല്ലേ. അവിടെ നാരദർ വന്നാൽ പ്രശ്നമാണ്. നമ്മൾ നാരദൻ്റെ പേരിട്ടിട്ടുണ്ടല്ലോ, എന്താ? ഏഷണിക്കാർ. അദ്ദേഹത്തിൻ്റെ ഏഷണി കൊണ്ട് സന്തോഷവും സമാധാനവും മുഴുവൻ നഷ്ടപ്പെടുന്ന എത്രയോ കഥകൾ നമ്മൾ കേട്ടിരിക്കുന്നു.
അപ്പോൾ പിന്നെ നമ്മൾ എങ്ങനെ ഏഷണിക്കാരെന്ന് പറയാതിരിക്കും? പക്ഷെങ്കിൽ അറിവുള്ളവർ പറയുന്നത് ദേവർഷിയാണ് നാരദൻ, ത്രിലോക സഞ്ചാരിയാണ്, സദാസമയം ഈശ്വരനാമം ജപിച്ചുകൊണ്ട് നടക്കുന്ന ഋഷിയാണ്. അദ്ദേഹം ഒരിക്കലും അരുതാത്തത് ചെയ്യത്തില്ല. ഏതായാലും നമുക്ക് കഥ നോക്കാം. എവിടെ എന്താ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. കംസൻ അവിടെ വന്നു. കംസൻ യഥോചിതം സ്വീകരിച്ചു. അദ്ദേഹത്തിനെ അർഘ്യപാദ്യാദികൾ കൊണ്ട് സൽക്കരിച്ചു. വിശേഷങ്ങളൊക്കെ തിരക്കി. ത്രിലോക സഞ്ചാരിയാണല്ലോ നാരദൻ, 3 ലോകങ്ങളിലും പോകും. അവിടുത്തെ വിശേഷങ്ങളൊക്കെ കിട്ടും. നാരദനൊരു കാര്യമുണ്ട്, നാരദൻ എങ്ങും ഒരു കൂടുതൽ സമയം താമസിക്കത്തില്ല, തങ്ങത്തില്ല. ഒരു പശുവിനെ കറക്കുന്ന സമയത്തിൽ കൂടുതൽ ഒരു സ്ഥലത്ത് നിൽക്കുകയില്ലെന്നാണ് നാരദനെ കുറിച്ച് പറയുക. അവിടുന്ന് കംസൻ ചോദിച്ചു, മഹർഷി എന്തൊക്കെയാണ് വിശേഷങ്ങൾ? അങ്ങനത്തെ ലോകസഞ്ചാരിയാണല്ലോ, എന്തൊക്കെയാ കാര്യങ്ങൾ അറിയട്ടെ. അപ്പം നാരദൻ പറഞ്ഞു, കംസൻ നിന്റെ കീർത്തി എല്ലാ ലോകത്തും പരന്നിരിക്കുന്നു. ദേവലോകത്ത് നിന്റെ കീർത്തി കേട്ട് ദേവന്മാരൊക്കെ അസൂയയിലാണ്. പണ്ടത്തെ നീ കാലനേമിയായി കഴിഞ്ഞ ജന്മം ജീവിച്ചപ്പോൾ ദേവലോകം ആക്രമിച്ച് കീഴടക്കി. ദേവന്മാർക്ക് നിന്നോടുള്ള പക ഇപ്പോഴും തീർന്നിട്ടില്ല. അവർ തക്കം പാർത്തിരിക്കുകയാണ്. അവർ തീരുമാനിച്ചിട്ടുണ്ട് ഈ ജന്മവും നിന്നെ ഇല്ലാതാക്കാനായിട്ട്. അതിനുള്ള പദ്ധതികളെല്ലാം ആയി കഴിഞ്ഞിട്ടുണ്ട്. സാക്ഷാൽ മഹാവിഷ്ണു തന്നെയാണ് നിന്റെ അന്തകനായിട്ട് പിറക്കാൻ പോകുന്നത്. മാത്രമല്ല ദേവീദേവന്മാരൊക്കെ ഈ യദുകുലത്തിൽ വന്ന് പിറന്നു കഴിഞ്ഞു. അവരൊക്കെ നിന്റെ വധത്തിന് വേണ്ടുന്ന എല്ലാ തയ്യാറെടുപ്പുകൾക്കും സഹായികളായിട്ടുണ്ടാവും. കംസൻ നാരദൻ പോയി കഴിഞ്ഞപ്പോൾ കംസൻ ചിന്തിച്ചു, അങ്ങനെയാണെങ്കിൽ ഈ വസുദേവരുടെ ആദ്യം പിറന്ന ആ ഉണ്ണി, അവനും ആ കുട്ടിയുടെ പേര് കീർത്തിമാൻ എന്നാണ്. ആ കുട്ടിയും ദേവന്മാരൊരാൾ തന്നെയായിരിക്കുമല്ലോ. എൻ്റെ അന്തകനാകുന്നതിന് വേണ്ടി സാക്ഷാൽ മഹാവിഷ്ണു അവതരിക്കുകയാണ് എങ്കിൽ സഹായികളാകാൻ ഇവരൊക്കെ ഉണ്ടാകും. അങ്ങനെയാണ് ഈ കുഞ്ഞ് വളരാൻ പാടില്ല. ഇവനെ ഇനി നമുക്ക് വെച്ചുകൊണ്ടിരിക്കാൻ നിവൃത്തിയില്ല. ഉടനെ തന്നെ കിങ്കരന്മാരെ വരുത്തി ചെന്ന് കുട്ടിയെ വിളിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു. കുട്ടിയെ ഇനി വളർത്താൻ പറ്റത്തില്ല. കിങ്കരന്മാരെ കംസന്റെ വാക്കുകൾ കേട്ട ഉടനെ തന്നെ അവിടെ നിന്ന് ഓടി കുട്ടിയെ കൊണ്ടുവരാനായിട്ട്. ഈ കുഞ്ഞിനെ അവരെ എന്താ ചെയ്യുക? കംസൻ എന്തായിരിക്കും ചെയ്യുക? ഏതായാലും ആ കുഞ്ഞിന് മരണം സംഭവിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇവിടെ നമുക്ക് ഈ കഥയിൽ അതിൻ്റെ ചില ആധ്യാത്മിക ഭാവത്തിലേക്കൂടെ ഒന്ന് കടക്കേണ്ടതുണ്ട്. ബ്രഹ്മർഷിയായ നാരദനെക്കുറിച്ച് നമുക്ക് കേട്ട് അറിയുന്ന ആ അറിവ് അത് തെറ്റിദ്ധാരണാജനകമാണ്. ഹൈന്ദവ പുരാണ കഥകളിലെ പല കഥാപാത്രങ്ങളെയും നമ്മുടെ മുന്നിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ അവതരിപ്പിക്കപ്പെടാറുണ്ട്. ആ രീതിയിലാണ് വാസ്തവത്തിലെ നാരദൻ്റെയും കഥ. നാരദൻ ഏഷണിക്കാരനെന്ന് നമ്മൾ പൊതുവെ അറിയുന്നു. പക്ഷെ എന്താണ് സംഭവിക്കുന്നത്? അദ്ദേഹം സദാ ഈശ്വരനാമം ജപിച്ചുകൊണ്ട് നാരായണ നാരായണ എന്ന് ജപിച്ചുകൊണ്ട് മനസ്സിൽ ഈശ്വരനെ സദാ സ്മരിച്ചുകൊണ്ട് നടക്കുന്ന ഋഷിയാണ്, ദേവർഷിയാണ്. എവിടെയാണോ ദൈവീയ ചിന്ത ഇല്ലാതെ സുഖലോലുപതയിൽ കഴിയുന്ന ആളുകളുള്ളത്, ആ ജീവന്മാർക്ക് അവർ ജനിച്ചിരിക്കുന്നത് മുക്തിക്ക് വേണ്ടിയുള്ള കർമ്മം ചെയ്യാൻ വേണ്ടിയാണ്. അത് മറന്നുപോയിട്ട് ജീവിത സുഖങ്ങളിൽ പ്രലോഭിതരായിട്ട് ഈശ്വരനെയും മറന്ന് ആധ്യാത്മികതയും മറന്ന് കഴിയുമ്പോൾ, അതായത് നമുക്കറിയാം സുഖലോലുപത ഏറുന്ന സമയത്ത് ആ ആശ്ചര്യ ഭാവമായിരിക്കും കൂടുതലായിട്ടുണ്ടാവുക. അങ്ങനെ ഉള്ളിടത്ത് ചെന്ന് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കും. അവിടെ ചെന്ന് ആ പ്രശ്നത്തിലൂടെ ഒന്ന് കലക്കി തെളിയിക്കുക. അതാണ് അദ്ദേഹം ചെയ്യുന്നത്. നമുക്കറിയാം പ്രതിബന്ധങ്ങൾ, പ്രശ്നങ്ങൾ, ദുരിതങ്ങൾ, ദുഃഖങ്ങൾ
ഇതൊക്കെ ഉണ്ടാകുന്ന സമയത്താണ് നമ്മൾ ഈശ്വരനെ സ്മരിക്കുന്നത്. നമ്മൾ സുഖലോലുപതയിൽ ജീവിക്കുമ്പോൾ നമ്മൾ ഭൗതിക സുഖങ്ങളിൽ മുങ്ങിപ്പോവുക. അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യം ജീവിത സാക്ഷാത്കാരം അഥവാ മോക്ഷം, ഇത് നമ്മൾ ഓർക്കാറേയില്ല. ഇപ്പം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് നാരദൻ എത്തിയിട്ട് നാരദൻ അവിടെ എന്തെങ്കിലും രീതിയിൽ പ്രശ്നങ്ങളുണ്ടാകും. ഈ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ നമ്മൾ ഈശ്വര സ്മരണയിലെത്തും. അപ്പോൾ ഏതാണോ നമ്മുടെ ജന്മോദ്ദേശം, ആ ജന്മോദ്ദേശത്തെ സഫലമാക്കുന്നതിന് വേണ്ടിയാണ് വാസ്തവത്തിൽ നാരദൻ വരുന്നത്. നമ്മുടെ ജീവനെ ആധ്യാത്മിക തലത്തിലൂടെ ഉയർത്തി ഈശ്വര സാക്ഷാത്കാരം നേടുന്നതിന് വേണ്ടിയുള്ള പ്രക്രിയയാണ് നാരദൻ എല്ലാ സ്ഥലങ്ങളിലും ചെയ്യുന്നത്. ഇവിടെയും അതുതന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഈ കുട്ടികളെ വധിക്കാനുണ്ടാവുന്ന കാരണം അത് നമുക്ക് അതാത് സമയങ്ങളിൽ വിശദീകരിക്കാം. ഇവിടെ ദേവന്മാരും അസുരന്മാരും, അതാണിപ്പോൾ നമ്മൾ ഈ കഥയിൽ ഇപ്പോൾ കാണുന്നത്. ദേവന്മാർ അസുരന്മാരുമായിട്ട് ശത്രുതയിലാണ്. അവർ കംസവധത്തിന് തയ്യാറാകുന്നു എന്നൊക്കെ നമ്മളിപ്പോൾ കേട്ടു. എന്താണ് ഇതിന് കാരണം? ആരാണിവർ? കശ്യപ പ്രജാപതി, അദ്ദേഹത്തിന് 2 ഭാര്യമാരുണ്ട്, ദിതി, അതിഥി. ഈ 2 ഭാര്യമാരിലുണ്ടായ പുത്രന്മാർ, അതായത് ദിതിയിലുണ്ടായ പുത്രന്മാർ ദൈത്യന്മാർ, അവരാണ് അസുരന്മാർ. അതിഥിയിലുണ്ടായ പുത്രന്മാർ ദേവന്മാർ. ഈ ദേവന്മാരും അസുരന്മാരും എപ്പോഴും സ്വർഗലോകത്തിന് വേണ്ടിയാണ് അവർ പിടിക്കുന്നത്. ഇവിടെ സ്വർഗം എന്നുദ്ദേശിക്കുന്നത് നമ്മുടെ ചിത്തം തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ ഈ ചിത്തത്തിൽ ആധ്യാത്മികതയും ദൈവീകതയും ഒരു വശത്ത്, ആസുരികത മറുവശത്ത്, ഇങ്ങനെ 2 ഭാവങ്ങൾ എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവും. അപ്പോൾ ഈ 2 ഭാവങ്ങളെയാണ്, മായയുടെ 2 ഉപാധികളെയാണ് ഇവിടെ കശ്യപ പ്രജാപതിയുടെ ഭാര്യമാരായിട്ട് ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നത്. കശ്യപ പ്രജാപതി എന്നുദ്ദേശിക്കുന്നത് വാസ്തവത്തിൽ പ്രാണനെയാണ്. അപ്പോൾ പ്രാണന്റെ 2 ഉപാധികളാണ് ഇവിടെ ഭാര്യമാരായിട്ട് കൽപ്പിച്ചിരിക്കുന്ന ദിതിയും അതിഥിയും. അഥവാ മായയുടെ 2 ഭാഗങ്ങൾ എന്ന് പറയുമ്പോൾ വിദ്യയും അവിദ്യയും. അവിദ്യ നമുക്കറിയാം ആസുരിക ഭാവമാണ്. വിദ്യ, ജ്ഞാനം, അറിവ്, അത് സാത്വികം, ദൈവികം. അപ്പോൾ ഈ വിദ്യയും അവിദ്യയും തമ്മിലുള്ള ആ ഒരു അവസ്ഥാവിശേഷം നമ്മുടെ ചിത്തത്തിൽ എപ്പോഴും ഉണ്ടാവും. ഇവിടെയാണ് ശരിക്കും മനസ്സിനെ നമ്മൾ പക്വത ആക്കിയെടുക്കേണ്ടത്, പരിവർത്തനം ചെയ്ത് പക്വമാക്കേണ്ടത്. അപ്പോൾ ഇതിനു വേണ്ടിയാണ് ഈ കഥകളൊക്കെ പറയുന്നത്. ദൈവിക ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാവണം, ആസുരികതയൊക്കെ ഇല്ലാതെയാക്കണം, ഇങ്ങനെ കഥകളൊക്കെ പറയും. അപ്പോൾ ഈ ദൈവികതയും ആസുരികതയും നമ്മുടെ മനസ്സിലാണെന്ന് അറിയുകയും ആ ആസുരികതയെ ഇല്ലാതാക്കി ദൈവികത വളർത്തുകയും ചെയ്യണം. ഇതാണ് നമ്മൾ ചെയ്യേണ്ടുന്നത്. ആസുരികത വളർന്നു കഴിഞ്ഞാൽ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെയുള്ള ആ സുഖലോലുപത, അതാണ് നമ്മളെ ആകർഷിക്കുന്നത്. നമ്മുടെ ഇന്ദ്രിയങ്ങളൊക്കെയും ബാഹ്യവസ്തുക്കളെ ആകർഷിക്കുന്നവയാണ്. അവയിലൊക്കെയും നമ്മുടെ കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ഇവയൊക്കെയും ഈ പ്രകൃതിയിലെ വിവിധ കാര്യങ്ങളെ ആകർഷിക്കുന്നവയാണ്. അപ്പോൾ നമ്മുടെ മനസ്സും അതനുസരിച്ച് പോകും. അപ്പോൾ ഇങ്ങനെ പോകുന്ന ആ പഞ്ചേന്ദ്രിയങ്ങളിലുള്ള സുഖാനുഭവങ്ങൾ, അതിനു വേണ്ടി നമ്മുടെ മനസ്സ് ഇങ്ങനെ വ്യാകുലപ്പെട്ടുകൊണ്ടിരിക്കും. പക്ഷെ ഇവിടെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ദൈവീക ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാവണം. അപ്പോൾ ആ ദൈവിക ചിന്ത വരുമ്പോൾ ദേവന്മാർ ചിത്തത്തിൻ്റെ അഥവാ സ്വർഗലോകത്തിൻ്റെ അധിപതികളാകും. അതായത് നമ്മുടെ ചിത്തത്തിൽ ദൈവീകത നിറഞ്ഞു നിൽക്കും. അപ്പോൾ ആസുരികതയും ദൈവീകതയും തമ്മിലുള്ള യുദ്ധം, ഈ ദേവലോകത്തിന് വേണ്ടിയുള്ള യുദ്ധം എവിടെയാണ് നടക്കുന്നത്? വാസ്തവത്തിൽ നമ്മുടെ ചിത്തത്തിലാണ്. ഇവിടെയാണ് ദേവാസുര യുദ്ധത്തിൽ ദേവന്മാർ ജയിക്കേണ്ടത് ആവശ്യമായി വരുന്നത്. നമ്മുടെ ജീവിതത്തിന് പരമായ ലക്ഷ്യമുണ്ട്, ഈശ്വര സാക്ഷാത്കാരം, മോക്ഷം. അതിനു വേണ്ടിയുള്ള കർമ്മങ്ങളാണ് നമ്മൾ അനുഷ്ഠിക്കേണ്ടത്. കർമ്മണാ ജായതേ ഭക്തി. നമ്മുടെ കർമ്മം കൊണ്ടാണ് നമുക്ക് ഭക്തി ഉണ്ടാകുന്നത്.
ഭക്തിയാ ജ്ഞാനം പ്രജായതി ഉണ്ടോ. ഇവിടെ ജ്ഞാനത്തെക്കുറിച്ച് പറയുന്നു. അതായത് ആശ്രിയ ഭാവവും ദൈവിക ഭാവവും, ഇത് അജ്ഞതയും ജ്ഞാനവും. അപ്പോൾ ഇവിടെ ജ്ഞാനം നമുക്കുണ്ടാവണം. ആ ജ്ഞാനത്തിലൂടെ നമുക്ക് മോക്ഷപ്രാപ്തി ഉണ്ടാകും. എന്താണ് ബ്രഹ്മം, എന്താണ് ജീവൻ, ഇതൊക്കെ തിരിച്ചറിയുമ്പോൾ നമ്മുടെ മനസ്സ് ഈശ്വരഭാവത്തിലേക്ക് ഉയർന്നു വരും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കർമ്മങ്ങളിലൊക്കെയും തന്നെ ആ ദൈവിക ഭാവത്തെ വളർത്താൻ വേണ്ടിയാണ് ഈ വിധത്തിലുള്ള പുരാണ കഥകളൊക്കെയും ഉദ്ദേശിക്കപ്പെടുന്നത്. കഥകൾ വായിക്കുമ്പോൾ അതിൻ്റെ ആധ്യാത്മിക തലത്തിലുള്ള അർത്ഥങ്ങളോടെ നമുക്ക് മനസ്സിലായി പോവുകയാണെങ്കിൽ ഈ കഥകൾ എന്തിനാണ് നമ്മൾ കേൾക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാകും. കഥകൾ കേട്ടാൽ പോരാ, ആ കഥകൾ നമ്മുടെ ഉള്ളിൽ തട്ടണം. ഉള്ളിൽ തട്ടിയാൽ പോരാ, അവയെ മനനം ചെയ്യാൻ നമുക്ക് കഴിയണം. ശ്രവണം കീർത്തനം വിഷ്ണു എന്നാ പറയുന്നത്. അതായത് 9 ഉപാധികളുണ്ട്. ആ 9 ഉപാധികളിലൂടെയാണ് നമ്മൾ ഈശ്വര സാക്ഷാത്കാരത്തിനേക്കുള്ള ആ 9 പടികൾ കിടക്കണം. ആദ്യത്തേതാണ് ശ്രവണം. ആ ശ്രവണം കഴിഞ്ഞാൽ കീർത്തനം, അത് കഴിഞ്ഞാൽ മനനം. അപ്പോൾ നമ്മൾ ഈ കഥകളൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഭഗവാനെ കീർത്തിക്കുകയും ഇവയൊക്കെ നമ്മൾ മനനം ചെയ്യണം. നമ്മുടെ മനസ്സിൽ ആ ഈശ്വര ഭാവന വളർത്തിയെടുക്കാൻ നമുക്ക് കഴിയണം. അങ്ങനെ കഴിയുമ്പോഴാണ് നമുക്ക് ഈ കഥകളുടേതായ പ്രയോജനം ഉണ്ടാകുന്നത്. നമുക്ക് ഏതാണ്ട് കഥയുടെ 2ാം ഭാഗം ഇന്ന് ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത ഭാഗം അടുത്ത ദിവസത്തിൽ തുടരുന്നതാണ്. നമസ്തേ.